ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി ജീവിതം മാറ്റിവെച്ചും അവരെ പഠിപ്പിച്ചും ഉപദേശിച്ചും ശാസിച്ചും ചേർത്തു നിർത്തിയും അവരോടൊപ്പം ചേർന്നു നിന്നും അവർക്കായി യാഗമായി തീർന്നവൻ്റെ കുരിശുമരണ സ്മരണയിലാണ് നാം ഏവരും. പഴയ നിയമ തിരുവെഴുത്തുകളും പ്രവാചകന്മാരും വെളിപ്പെടുത്തിയവൻ സർവ്വജനത്തിൻ്റെയും പാപത്തിനുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയ വലിയ ദിനമാണ് ഇന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവൻ നിന്റെ തല തകർക്കും എന്നും യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നും കാണുന്നുണ്ട്. പിശാചിൻ്റെ കരവലയത്തിൽ നിന്നും മാനവകുലത്തെ രക്ഷിച്ച് അവർക്കു വേണ്ടിയുള്ള സമാധാന അനുഗ്രഹത്തിനായി ക്രിസ്തു ത്യാഗപൂർണം യാഗമായി തീരുന്നു. അവൻ്റെ ക്രൂശാരോഹണാവസ്ഥയിൽ പലരും മൊഴിഞ്ഞത് ദൈവം അവനെ ശിക്ഷിച്ചു എന്നാണ്. എന്നാൽ പ്രവാചക ബോധ്യം അവൻ നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു എന്നതാണ്. അനുദപിക്കുന്നവരുടെ ഏറ്റുപറച്ചിൽ കുറച്ച് വ്യത്യസ്തമായിരുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയി, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്നതായിരുന്നു. ക്രൂശുമരണത്തിന് മുൻപായി തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഉപദേശങ്ങളും എല്ലാം വിസ്മരിച്ച് അവൻ ചെയ്ത നന്മയ്ക്ക് പകരം തിന്മ അവർ പകരം നൽകുന്നു. കാനാവിൽ ക്രിസ്തു നൽകിയ മധുരകരമായ വീഞ്ഞിനു പകരം ഗോകുൽത്തായിൽ അവർ അവന് കയ്പ് രസം കുടിക്കാൻ കൊടുക്കുന്നു. യെരുശലേം വീഥികളിലെ കുരുത്തോലകൾ ഇവിടെ ചാട്ടാവാറായി പരിണമിക്കുന്നു. ബേത്ലഹേമിലെ പൊന്നും മൂരും കുന്തിരിക്കത്തിനും പകരം ഗോകുൽത്ത സമീപം വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കീറ്റുശീലകളാൽ പൊതിയപ്പെട്ടവൻ കെത്താനശീലകളാൽ ഇവിടെ പൊതിയപ്പെട്ട് കിടക്കുന്നു. ഹേരോദ അന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ സാധ്യമല്ലാതായി തീർന്നത് ഇന്ന് പീലാത്തോസിലൂടെ സഫലീകരിക്കുന്നു. കല്ലിടാവിൽ പ്രസന്നവധയായിരുന്ന കന്യകമറിയാം കല്ലറയ്ക്ക് മുൻപിൽ തളർന്നിരിക്കുന്നു. യൂദായുടെ ഒറ്റലും ഇടതുവശത്തെ കള്ളൻ്റെ ദുഷിപ്പും ഇടനെഞ്ച് പിടയുന്ന വേദനയായി. ശമരിയാക്കാരനെ പോലെ സ്നേഹിക്കാനും ശതാധിപനെ പോലെ വിശ്വസിക്കാനും വിധവയെപ്പോലെ ദാനധർമ്മം നടത്തുവാനും പഠിപ്പിക്കുകയും ശീലിക്കുകയും ചെയ്ത് കരുതിയിരുന്നവനെ കള്ളന് പകരം അവർ ക്രൂശിലേറ്റി. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പ്രബോധിപ്പിച്ചവനെ എല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞു. നമുക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവൻ, നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് കയറിയവൻ, നമ്മെ പറുദീസയുടെ അവകാശികളാക്കുവാൻ കരങ്ങൾ വിരിച്ച് കുരിശുമരണത്തിൽ കിടന്നവൻ, എല്ലാം നിവർത്തിയായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിങ്കിലേക്ക് ഭരമേൽപ്പിക്കുന്നു. സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു. അതുകൊണ്ടാണ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു നമ്മുടെ വിമോചകൻ. ക്രൂശിതനായവൻ്റെ ചാരെ കൂപ്പുകൈകളോടെ